പരമ്പരാഗതമായ സാഹിത്യത്തിൻ്റെ തൊങ്ങലുകളെല്ലാം വെട്ടിമാറ്റിയുള്ള ചടുലമായ ഭാഷ, പുതിയ കാല മനുഷ്യ വിഹലതകളെ ഉദ്വേഗ വായനയുമായി ചേർത്ത് കെട്ടുന്ന മിടുക്ക്. മലയാളത്തിലും പ്രൊഫഷണലായ എഴുത്തിൻ്റെ കാലം തുടങ്ങിയെന്ന് അടയാളപ്പെടുത്തുന്നു ഈ നോവൽ. GR ഇന്ദുഗോപൻ ഒരു നോവലിൻ്റെ പുറംചട്ടയിൽ കൊടുത്ത കോട്ടാണ്. റൂത്തിൻ്റെ ലോകം എന്ന നോവലാണ്. ലാജോ ജോസിൻ്റെ റൂത്തിൻ്റെ ലോകം. ഈ നോവല് നമുക്ക് പരിചയമുണ്ട്. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ബോഗൈൻവില്ല എന്ന സിനിമ ഈ കഥയാണ്. ലാജോ ജോസ് എഴുതിയ വേറെ 5 നോവലുകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഹൈഡ്രേഞ്ചിയ, ഓറഞ്ച് തോട്ടത്തിലെ അതിഥി, കന്യാമരിയ, റെസ്റ്റ് ഇൻ പീസ്, കോഫി ഹൗസ്. ഇങ്ങനെ റൂത്തിൻ്റെ ലോകമടക്കം 6 നോവലുകൾ. നമ്മുടെ നാട്ടിലെ ഇതിവൃത്തം വെച്ചിട്ടുള്ള ക്രൈം ത്രില്ലറുകൾ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഷെർലക് ഹോംസിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണ കഥകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് വേറെ ഒരു നാട്ടിൽ സംഭവിച്ച കഥകളാണ്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ച്, നമ്മുടെ നാട്ടിലെ കടപ്പുറം, നമ്മുടെ നാട്ടിലെ ഹോസ്റ്റലുകൾ, നമ്മുടെ ഗ്രാമങ്ങൾ, അവിടെ സംഭവിക്കുന്നതായിട്ട് എഴുതിയ, നമുക്കൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്ന നല്ല ഭാഷയിൽ എഴുതിയ നോവലുകളാണ് ഈ 6 എണ്ണം. മലയാള സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ച മെമ്മറീസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ കുറ്റാന്വേഷണവും ഈ സീരിയൽ കില്ലിംഗ് കഥകളും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് മെമ്മറീസ്. ആ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ ഒരു പ്രേക്ഷകനെ എങ്ങനെയാണോ സഞ്ചരിപ്പിക്കുന്നത് ആ സിനിമയുടെ കൂടെ, അതേപോലെ വായിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന 6 നോവലുകളാണ് ലാജോ ജോസിൻ്റെതായിട്ട് ഞാനിപ്പം എണ്ണി പറഞ്ഞ ഈ നോവലുകൾ. നമ്മുടെ പരിസരങ്ങൾ ഇതിവൃത്തമായിട്ട് വെച്ചിട്ട് നമുക്ക് അത്രയും ജിജ്ഞാസ തരുന്ന, നമ്മൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട 6 കുറ്റാന്വേഷണ നോവലുകൾ.